ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെയും അതുപോലെ ലോഗരിതമിക് ഫംഗ്ഷൻ്റെയും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകൾ, അവരുൾപ്പെടുന്ന കുറച്ച് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആദ്യം നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫറൻഷിയേറ്റ് ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. താഴെ തന്നിരിക്കുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിൽ ആദ്യം കിടക്കുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ്, ദെൻ സൈൻ ഓഫ് ലോഗ് എക്സ്, കോസ് ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു കോസ് എക്സ്. അപ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻസും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും ഉൾപ്പെടുന്ന ഒരു 4 പ്രോബ്ലംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ചെയിൻ റൂളിൻ്റെയും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സിൻ്റെയൊക്കെ ഐഡിയ ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ആദ്യം പോവാം. ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണും. അതായത് നമുക്ക് വേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് കണ്ടുപിടിക്കണം. ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചേക്കുന്നത് ഇ റൈസ് ടു എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് വരുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു, ഇവിടെ എക്സിന് പകരം മൈനസ് എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ്. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് നമുക്ക് പുറത്തേക്ക് മാറ്റാം, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാന്ന് ചോദിച്ചാൽ മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഇതുപോലെ ബി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് ലോഗ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെയും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ സൈൻ എക്സ് എന്നാണെങ്കിൽ ഡെറിവേറ്റീവ് ആരാ വരിക എന്ന് ആലോചിക്കുക. ജസ്റ്റ് സൈൻ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇത് ഫുൾ എക്സ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, അതുപോലെ സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് ലോഗ് എക്സ്. കോസ് ലോഗ് എക്സ് അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. ഇവിടെ എക്സിന് പകരം ലോഗ് എക്സ് ആണ് കിടക്കുന്നത്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ നമുക്ക് 1/x ഇൻറ്റു കോസ് ലോഗ് എക്സ് എന്ന് എഴുതാം. ഇതാണ് സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു കോസ് ലോഗ് എക്സ്. ഇതുപോലെ ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കോസ് ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അതായത് സി ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് കോസ് ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പം ഇവിടെയും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/√1 - x² ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/√1 ഇവിടെ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് x², ഇവിടെ ഇ റൈസ് ടു എക്സ് ആയ കാരണം ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ഹോൾ² ഇൻറ്റു ഇവിടെ എക്സ് ആണെന്ന് സങ്കല്പിച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് എഴുതിയത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ മൈനസ് ഓഫ് ഇ റൈസ് ടു എക്സ് ബൈ √1 - ഇ റൈസ് ടു എക്സ് ഹോൾ² നമുക്ക് ഇ റൈസ് ടു 2x എന്ന് എഴുതാം. എക്സ്പോണൻഷ്യലിൻ്റെ പ്രോപ്പർട്ടിയാണ് എ റൈസ് ടു എൻ ഓൾ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എ റൈസ് ടു എൻ ഇൻറ്റു എം എന്ന് എഴുതാം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ കോസ് ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇനിയിപ്പോൾ അടുത്തതിൽ ഡി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ്റെ ചോദ്യം ഇതാണ്, ഇ റൈസ് ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. നമുക്ക് കാണേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു കോസ് എക്സ്. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സ് ആകേണ്ടത്. അതുപോലെ അടുത്തതിൽ
ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു കോസ് എക്സ്. ഇവിടെയും ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. ഇപ്പോൾ ഇവിടെ എക്സിന് പകരം കോസ് എക്സ് കിടക്കണം. അപ്പോൾ ഇ റൈസ് ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു കോസ് എക്സ് തന്നെ. അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. ഇൻറ്റു ഇവിടെ എക്സിന് പകരം കോസ് എക്സാണ് കിടക്കണേ. അപ്പോൾ ഈ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇ റൈസ് ടു കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഇതാണ് ഇ റൈസ് ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. നമുക്ക് അടുത്ത ഇതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസിലേക്ക് കടക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഒന്നാമത് ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു കോഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഡെറിവേറ്റീവ് കാണുമ്പോൾ കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതുപോലെ ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഡെറിവേറ്റീവ് കാണുമ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതുപോലെ ഇ റൈസ് ടു എക്സ് ക്യൂബ്. ഡെറിവേറ്റീവ് കാണുമ്പോൾ സെയിം ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 3 ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് കാണാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സ്. ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഇതൊരു കോഷ്യൻ്റ് ആണ്. കോഷ്യൻറ്റിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോഷ്യൻ്റ് റൂൾ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ യു ബൈ വിയുടെ ഡെറിവേറ്റീവ് ഈക്വൽ ടു യു ബൈ വി ഓൾ ഡാഷ് ഈക്വൽ ടു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്ന റൂൾ. ഇതാണ് കോഷ്യൻ്റ് റൂൾ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കണതിന് യു എന്ന് വിചാരിക്കുക, ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് വി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ജസ്റ്റ് ഒരു ബോക്സിലിടണു. നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് നേരെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം യു ഡാഷ്. യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ യു ഇ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ യു ഡാഷ് എന്ന് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. യു ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. അതുപോലെ അപ്പോൾ യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. ഇതുപോലെ വി ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ വി ഡാഷ് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. therefore d by dx of e raised to x by sin x equal to u dash v. ആദ്യം u dash എഴുതി, e raised to x into v എഴുതി. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x മൈനസ് u v dash. u പറഞ്ഞാൽ again e raised to x, v dash cos x ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ സ്ക്വയർ, സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ ടേമിലും ഇ റൈസ് ടു എക്സ് കോമൺ ആണ്. അതിനൊന്ന് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. രണ്ട് ടൈമിൽ നിന്നും ഇ റൈസ് ടു എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് നമ്മുടെ ഇ റൈസ് ടു എക്സ് ബൈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പെർഫെക്റ്റായി. ഇനി നമുക്ക് അടുത്ത് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമ്മൾ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് തന്നെ ഇൻറ്റു ഇവിടെ എക്സിന് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ജസ്റ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ ഇതാണ് ഇ റൈസ് ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ക്യൂബ്. ഇതും സെയിം പോലെ ജസ്റ്റ് നമ്മുടെ ചെയിൻ റൂൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റൈസ് ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവും ഇ റൈസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു
എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് എക്സ് ക്യൂബ്. അപ്പോൾ അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 3x². ഭംഗിയിൽ എഴുതുകയാണെങ്കിൽ 3x² ഇൻറ്റു e⁻x³ എന്ന് എഴുതാം. ഇതാണ് ഈ പറഞ്ഞ e⁻x³ ഡെറിവേറ്റീവ്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഡി ആയിട്ട് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−x അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞേക്കണു. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ലോഗ് കോസ് e⁻x ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞേക്കണു. അപ്പോൾ നമുക്ക് ആദ്യം ഡി ഒന്ന് ചെയ്ത് നോക്കാം. ഡി ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ വേണ്ടത് d/dx ഓഫ്, നമുക്ക് ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആരുടെ? സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−x സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−x. അപ്പോൾ കുറച്ചധികം കോമ്പോസിഷൻസ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇത് സൈൻ എക്സ് ആണെന്ന് സങ്കല്പിക്കുക. സൈൻ ഓഫ് ഒരു വലിയ സാധനം, അപ്പോൾ അത് സൈൻ എക്സ് പോലെയാണെന്ന് സങ്കല്പിക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ ഓഫ് ഈ ഫുള്ള് സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ കോസ് ഓഫ് ആ ഫുള്ള് സാധനം ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറായിട്ട് ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് e⁻−xൻ്റെ ഡെറിവേറ്റീവ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് e⁻−xൻ്റെ ഡെറിവേറ്റീവ് 1/1 + e⁻−x² ഇൻറ്റു ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് 1 + x² എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉത്തരം എഴുതിയത്. ഇവിടെ എക്സിന് പകരം e⁻−x ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. e⁻−xൻ്റെ ഡെറിവേറ്റീവ് e⁻−x ഇൻറ്റു -1. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെ ഇതിലുള്ള എല്ലാവരെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആദ്യം ഇത് സൈൻ എക്സ് ആണെന്ന് വിചാരിച്ച് ഡെറിവേറ്റീവ് എഴുതി, എന്നിട്ട് ഈ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് എഴുതി, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആളുടെയും ഡെറിവേറ്റീവ് എഴുതി. ഇനി നമുക്കിതൊന്ന് ഭംഗിയാക്കി ഒന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−x ഇൻറ്റു ഈ മൈനസ് ചിഹ്നം വേണേൽ ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇടാം, ഇൻറ്റു e⁻−x ഡിവൈഡഡ് ബൈ 1 + e⁻−x² നമുക്ക് e⁻−2x എന്ന് എഴുതാം. 1 + e⁻−2x. ഇതാണ് നമ്മുടെ ഈ ഒരു സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−xൻ്റെ ഡെറിവേറ്റീവ്. ഇനി ഇതുപോലെ ഇനി നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. ലോഗ് ഓഫ് കോസ് e⁻xൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് വേണ്ടത് d/dx ഓഫ് ലോഗ് ഓഫ് കോസ് e⁻x. ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് 3 ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനാണ്. അപ്പോൾ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇത് ലോഗ് എക്സ് എന്നാണെന്ന് സങ്കല്പിക്കുക. അതായത് ഈ കിടക്കുന്ന സാധനം ഫുള്ള് എക്സ് പോലെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ലോഗ് കോസ് e⁻xൻ്റെ ഡെറിവേറ്റീവ് 1/cos e⁻x ഇൻറ്റു ഇത് ഫുൾ എക്സ് ആണെന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്ന രൂപത്തിൽ ഇത് എഴുതിയത്. അപ്പോൾ ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ്, അതായത് കോസ് e⁻xൻ്റെ ഡെറിവേറ്റീവ്. കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് e⁻xൻ്റെ മൈനസ് സൈൻ e⁻x. അവിടെ നിർത്താൻ പറ്റില്ല. ഇൻറ്റു ഇവിടെ കോസ് എക്സ് എന്നുള്ള കണക്കിലാണ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ e⁻x എന്ന് എഴുതിയത്. ഇവിടെ എക്സിന് പകരം e⁻x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കുക. e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനൊന്ന് ഭംഗിയാക്കി എഴുതുമ്പോൾ ഈ മൈനസും e⁻x ഫ്രണ്ടിൽ എഴുതി. മൈനസ് e⁻x ഇൻറ്റു സൈൻ e⁻x ബൈ കോസ് e⁻x. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ടാൻ എക്സ് ആണ്. അപ്പോൾ സൈൻ e⁻x ബൈ കോസ് e⁻xന് നമുക്ക് ടാൻ e⁻x എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഈത്ത് ക്വസ്റ്റ്യൻ്റെ ഡി കഴിഞ്ഞു ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഇതിലെ തന്നെ FGH ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം.
ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക. അതായത് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് ക്യൂബ് പ്ലസ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 4 പ്ലസ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 5. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതുപോലെ റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അതുപോലെ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയാളുടെ ഡെറിവേറ്റീവ് കാണും. അതായത് നമ്മുടെ എഫ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്ത് നോക്കാം. ഇയാളുടെ ഡെറിവേറ്റീവ് കാണും. അപ്പോൾ നമുക്ക് ഓരോ ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ പ്ലസ് ഇ റൈസ് ടു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതായത് 2x പ്ലസ് ഇനി ഇ റൈസ് ടു എക്സ് ക്യൂബ് ഉണ്ടാവും. ഇ റൈസ് ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ക്യൂബ് തന്നെ ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് അടുത്തത് ഇ റൈസ് ടു എക്സ് റൈസ് ടു 4. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 4 തന്നെ ഇൻറ്റു എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് പ്ലസ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 5. അപ്പോൾ അത് ഇ റൈസ് ടു എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 തന്നെ ഇൻറ്റു 5x റൈസ് ടു 4. ഇനി ഇതിനെ ഒന്ന് ഭംഗിയിൽ എഴുതുക. അതായത് എല്ലാ ടേമിലും ഇ റൈസ് ടു ഇതിനകത്ത് ഓരോ ടേമും ഒന്ന് ഭംഗിയാക്കി എടുത്തെഴുതാം. കോമൺ ആയിട്ട് ആരുമില്ല, അപ്പോൾ ഒന്ന് ഭംഗിയായിട്ട് എടുത്തെഴുതാം. ഇ റൈസ് ടു എക്സ് പ്ലസ് 2x ഇ റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ ഇ റൈസ് ടു എക്സ് ക്യൂബ് പ്ലസ് 4x ക്യൂബ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 4 പ്ലസ് 5x റൈസ് ടു 4 ഇ റൈസ് ടു എക്സ് റൈസ് ടു 5. ഇങ്ങനെ ഒന്ന് ഓർഡറിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി എഴുതി. ഇതാണ് നമുക്ക് തന്ന ഈ എഫ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതുപോലെ അടുത്തത് ജി ക്വസ്റ്റ്യനിൽ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ്. അപ്പോൾ ഇതിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നേക്കണം, വേറെ ഒന്നിനും അല്ല, ഡൊമൈൻ അവർ അഡ്ജസ്റ്റ് ചെയ്തേക്കണതാണ് ഇതൊരു ഫംഗ്ഷൻ ആവാൻ വേണ്ടി. അതായത് എക്സ് 0-നേക്കാൾ വലുതാണെങ്കിലേ റൂട്ട് എക്സ് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. സോ ഇ റൈസ് ടു റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് റൂട്ട് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ്. അവിടെ നിർത്താൻ പറ്റില്ല. ഇത് റൂട്ട് എക്സ് ആണെന്ന് സങ്കല്പിച്ചാണ് ചെയ്തത്. പക്ഷെ ഇത് റൂട്ട് എക്സ് അല്ല, റൂട്ടിൻ്റെ ഉള്ളിൽ ഇ റൈസ് ടു റൂട്ട് എക്സ് ആണ്. സോ ഇയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇ റൈസ് ടു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു റൂട്ട് എക്സ് തന്നെ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണെന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എഴുതിയത്. ഇവിടെ എക്സിന് പകരം റൂട്ട് എക്സ് ആണ്. സോ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഭംഗിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂമറേറ്ററിൽ ഇ റൈസ് ടു റൂട്ട് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇ റൈസ് ടു റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 × 2 4 റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. വേണമെങ്കിൽ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ റൈസ് ടു റൂട്ട് എക്സിനെ നമുക്ക് ഇ റൈസ് ടു റൂട്ട് എക്സ് ബൈ റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് എന്ന് പറയുമ്പോഴേ ഈ ഇ റൈസ് ടു റൂട്ട് എക്സിനെ റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഒരു റൂട്ടും വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 4 റൂട്ട് എക്സ് എന്ന് എഴുതാം. ഇതാണ് ഇയാളുടെ ഡെറിവേറ്റീവ്. ഇങ്ങനെ വേണമെങ്കിൽ ഭംഗിയാക്കി എഴുതാം. ഇനി ഇതുപോലെ ലാസ്റ്റ് എച്ച് ക്വസ്റ്റ്യനിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്നാണ് പറഞ്ഞേക്കണത്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചെയിൻ റൂളിൻ്റെ അപ്ലിക്കേഷനാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇത് ലോഗ് എക്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇത് ഫുൾ ഒരു എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചേക്കുന്നത് 1/x എന്നാണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/log x ഇൻറ്റു ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് ലോഗ് എക്സ് ആണ്. അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 1/x log x എന്ന് കിട്ടും.
ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ log എക്സിൻ്റെ ഡെറിവേറ്റീവ്. അടുത്ത ക്വസ്റ്റ്യനിൽ അഗെയിൻ 2 ഫങ്ഷൻസ് തന്നിരിക്കുന്നു, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഒന്നാമത്തത് cos x ബൈ log x വേറെ x ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ cos x ബൈ log എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതൊരു കോഷ്യൻ്റ് ആണ്. കോഷ്യൻ്റെ ഡെറിവേറ്റീവ് കാണാൻ കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് കോഷ്യൻ്റ് റൂൾ എന്നൊന്ന് ഓർമ്മ പുതുക്കുക. u ബൈ വി ഓൾ ഡാഷ് ഈക്വൽ ടു u ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കോഷ്യൻ്റ് റൂൾ. അപ്പോൾ ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് u ഈക്വൽ ടു, ഇവിടെ u എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ആളെ u എന്ന് വിചാരിക്കുക. അപ്പോൾ u ഈക്വൽ ടു കോസ് എക്സ്. ഇവിടെ v എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ log x. ദെൻ u ഡാഷ് എടുക്കുക. u ഡാഷ് എന്ന് പറയുമ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. വി ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഇതൊക്കെ റെഡിയാക്കി. ഇനി നേരെ നമ്മൾ ഈ റൂളിൽ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ബൈ ലോഗ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ബൈ ലോഗ് എക്സ് ഈക്വൽ ടു നമ്മൾ നേരെ നമ്മുടെ കോഷ്യൻ്റ് റൂളിൽ കൊണ്ടുപോയി കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഡാഷിൻ്റെ സ്ഥാനത്ത് യു ഡാഷ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു വിയുടെ സ്ഥാനത്ത് ലോഗ് എക്സ് മൈനസ് യു വി ഡാഷ്, യുവിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ്, വി ഡാഷിൻ്റെ സ്ഥാനത്ത് 1/x. അപ്പോൾ ഞാൻ ഈ 1/xനെ ബൈ എക്സ് എന്ന് എഴുതണം കേട്ടോ. ഓൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പോൾ ലോഗ് എക്സ് ഓൾ സ്ക്വയർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ 2 ടേമിലും മൈനസ് ഉണ്ട്, അതിനെ ഔട്ട് സൈഡ് എടുത്ത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതുപോലെ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്. അവിടെ നിർത്താൻ പറ്റില്ല, ഇതിനെ ഫുൾ എക്സ് എന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഡെറിവേറ്റീവ് എഴുതിയത്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഇയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x, ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് തന്നെ ഇങ്ങനെ വന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ.